സൂറത്തു സുമറിന്റെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. എന്താണ് ആ സന്ദേശം? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശ്വാസികളെ വിളിച്ച് അനൗൺസ് ചെയ്യാൻ അള്ളാഹു പറയുകയാണ്, നബിയെ തങ്ങൾ വിളിച്ചു പറയണം. ഖുൽ, നബിയെ തങ്ങൾ വിളിച്ചു പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള എന്റെ അടിമകളെ. അള്ളാഹുവിന്റെ അടിമകളെ വിളിച്ചു പറയാൻ മുത്തുനബിയെ അള്ളാഹു ഏൽപ്പിക്കുകയാണ്. എന്റെ അടിമകളോട് തങ്ങൾ വിളിച്ചു പറയണം. അവർ ദുർബല നിമിഷങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അരുതായ്മകൾ ചെയ്തിട്ടുണ്ടാകും. അവരോട് തങ്ങൾ പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും നിരാശരാവരുത്, ആശ മുറിഞ്ഞു പോകാൻ പാടില്ല. തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു എന്ന് കരുതി നിങ്ങൾ എന്തിന് ആശ മുറിയണം? എന്റെ അടിമയിൽ നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കിട്ടിയാൽ എനിക്കവനെ ശിക്ഷിക്കാമായിരുന്നു എന്ന് മനപ്പായസമുണ്ട് കഴിയുന്ന ഒരു റബ്ബാണെങ്കിലല്ലേ നിങ്ങൾക്ക് പേടിക്കേണ്ടതുള്ളൂ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, നിശ്ചയം അല്ലാഹു തആല സർവ്വ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്ന കരുണക്കടലായ റബ്ബാണ്, പടച്ച റബ്ബ്. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന് അവിടുത്തെ വിശിഷ്ടമായ നാമങ്ങളിൽ അസ്മാഉൽ ഹുസ്നകളുടെ കൂട്ടത്തില് വളരെ പ്രധാനപ്പെട്ട ചില പേരുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ പാപം പൊറുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ 5000-ഓളം നീളുന്ന നാമങ്ങളാണ്. സ്ഥിരമായി നമ്മൾ മനപ്പാടമാക്കി പതിവാക്കി ചൊല്ലിയാൽ സ്വർഗം കിട്ടുന്ന 99 നാമങ്ങൾ മാത്രമല്ല അസ്മാഉൽ ഹുസ്ന. അത് സ്വർഗം കിട്ടാൻ വേണ്ടി പ്രത്യേകം മനപ്പാടമാക്കി ചൊല്ലേണ്ട വിശിഷ്ട നാമങ്ങളാണ്. അതേസമയം അസ്മാഉൽ ഹുസ്ന അതിലേറെയുണ്ട്. ഏതായാലും ആ കൂട്ടത്തിൽ പാപം പൊറുക്കുന്നതുമായി ബന്ധപ്പെട്ട്, പാപം പൊറുക്കുന്നതിന് മഗ്ഫിറത്ത് എന്നാണ് നമ്മൾ പറയാം. ഗഫറ എന്ന് പറഞ്ഞാൽ പാപം പൊറുത്തു എന്നാണ്. എന്നാൽ ഈ ഗഫറ എന്നതുമായി ബന്ധപ്പെട്ട് 3 നാമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പ്രത്യേകം എഴുതുന്നു, അൽ ഗാഫിറു ജല്ല ജലാലു, അൽ ഗഫൂറു ജല്ല ജലാലു, അൽ ഗഫാറു ജല്ല ജലാലു. ഗാഫിർ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, ഗഫൂർ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അപ്പൊ എന്താ ഗാഫിറും ഗഫൂറും തമ്മിലുള്ള വ്യത്യാസം? ഗാഫിർ ഭാഗികമായി പൊറുക്കുന്നവനാണ്. എന്താ ഇപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭാഗികമായി പൊറുക്കുക എന്ന് പറയാൻ? ഭാഗികമായി പൊറുക്കുന്നതും ഒരു കാര്യമല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് 4 കൊല്ലത്തെ തടവ് ശിക്ഷ വിധിക്കപ്പെട്ടു. ജയിലിനുള്ളിൽ തടവറയിൽ 4 കൊല്ലം അയാൾക്ക് നീണ്ട തടവ് ശിക്ഷ വിധിക്കപ്പെട്ടു. അയാൾ അർഹിക്കുന്നത് 4 കൊല്ലത്തെ തടവാണ്. ആ മനുഷ്യന് ഏതു ചെയ്യുന്നു? അധികാരികള് ഒരു ഇളവ് അനുവദിക്കുന്നു. 2 കൊല്ലം തടവ് ശിക്ഷ മതി, 2 കൊല്ലത്തേത് നിനക്ക് മാപ്പാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും ആ 2 കൊല്ലം അവസാനിക്കാൻ നേരത്താണ് കൂടുതൽ അതിന്റെ കാര്യം അവൻ അറിയാം. അപ്പൊ അവനിങ്ങനെ ആലോചിക്കും, അന്ന് എനിക്കങ്ങനെ ഭാഗികമായൊരു ഇളവ് ചെയ്തു തന്നിട്ടില്ല എന്റെ പണിഷ്മെന്റിലെങ്കില്, ശിക്ഷയിലെങ്കില് സ്വാഭാവികമായിട്ടും ഇനിയും 2 കൊല്ലം ഞാൻ കിടക്കേണ്ടിയിരുന്നു എന്നവൻ ആലോചിക്കും. അപ്പൊ ഭാഗികമായി പൊറുക്കുക, നമ്മളൊരു 1000 തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 500 എണ്ണം അള്ളാഹു പൊറുക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി 500 എണ്ണത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ മതിയല്ലോ. അപ്പൊ ഭാഗികമായി പൊറുക്കുന്നതിനും കാര്യമുണ്ട്. ഇനി അൽ ഗാഫിറു ജല്ല ജലാലു എന്നതിൽ നിന്ന് ഗാഫിർ എന്നതിനേക്കാൾ ഒന്നും കൂടെ പവർ കൂടും അൽ ഗഫൂറു ജല്ല ജലാലു എന്നതിന്. അറബി ഭാഷ അറിയുന്നവർക്കാണ് അത് അറിയുക. ഫാഇൽ എന്ന ശബ്ദത്തിൽ നിന്ന് ഫഊൽ എന്ന ശബ്ദത്തിലേക്ക് പോകുമ്പോഴേക്ക് അർത്ഥത്തിന് കടുപ്പം കൂടും. അപ്പോൾ എല്ലാം പൊറുക്കുന്നവൻ,
10,000 തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5,000 പുറത്ത് 5,000 ബാക്കി വെക്കുകയല്ല, 10,000 ഒന്നില്ലാതെ പുറത്തു തരുന്നവൻ. ഷർത്തത്തെ തൗബ ചെയ്താൽ അള്ളാഹു പൊറുക്കും, യാതൊരു സംശയവുമില്ല. എപ്പോഴും അവനോട് പൊറുക്കലിനെ തേടിയാൽ റബ്ബ് പുറത്തു തരും. അവന് പുറത്തു തരുന്നത് വലിയ വലിയ ഹരമാണ്. അപ്പൊ എല്ലാം പൊറുക്കും. ഇനി എല്ലാം പൊറുപ്പിച്ചു. ഭാഗികമായി നമ്മളിൽ നിന്ന് ചിലർ നമ്മൾ മറ്റുള്ളവരോട് ചെയ്ത തെറ്റുകൾ പുറത്തേക്കാം, ചിലർ പൂർണ്ണമായി പുറത്തേക്കാം. ഇനി ഇതൊക്കെ പൂർണ്ണമായി പുറത്താൽ തന്നെ വീണ്ടും അതുപോലെ ഇവനൊരു പൊറുക്കുന്നവനാണ് എന്ന് കരുതി വീണ്ടും അവനോട് തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ അത് വീണ്ടും പൊറുക്കാൻ മാത്രമുള്ള വിശാല മനസ്സ് നമുക്കുണ്ടോ? അള്ളാഹു അങ്ങനെയും കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്തു, പടച്ചോനെ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞു, അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുത്തു. ചെയ്തതൊക്കെ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞു, എല്ലാം പടച്ചോൻ പൊരുത്തപ്പെട്ടു കൊടുത്തു. വീണ്ടും അവൻ തെറ്റ് ചെയ്തു. എന്നാൽ ഇനി നിനക്ക് രക്ഷയില്ലടോ, നീ എത്രയോ തവണയായില്ലേ എന്നോട് ഇങ്ങനെ പൊരുത്തപ്പെടാൻ ആവശ്യപ്പെട്ട്, പൊരുത്തപ്പെട്ടപ്പോൾ നീ വീണ്ടും എന്നോട് തെറ്റ് ചെയ്യായിരുന്നല്ലോ എന്ന് കരുതി ഇനി നിന്നോട് പൊറുക്കാനുള്ള മനസ്സില്ല എന്ന് പറയുന്നവനല്ല അള്ളാഹു. മറിച്ച് വീണ്ടും അവനോട് പൊറുക്കാനുള്ള വിശാല മനസ്സ്. അള്ളാഹുവിനെ പോലെ ആരാണ് ഒരാള്? അള്ളാഹുവിനെ പോലെ ഒരാള് ആരാണ് നമുക്കുള്ളത്? നാം ആലോചിക്കേണ്ടതാണ്. പിന്നെയും അവൻ പുറത്തു തരും, എത്ര തവണയാണെങ്കിലും പുറത്തു തരും. ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. എന്ത് ചെയ്താലും അവൻ കാരണം പൊറുപ്പിക്കണമെങ്കിൽ, തൗബ ചെയ്യണമെങ്കിൽ, ഇസ്തിഗ്ഫാർ ചെല്ലണമെങ്കിൽ, ഷർത്തത്തെ തൗബ ചെയ്യണമെങ്കിലൊക്കെ നല്ല പ്രയാസങ്ങളുണ്ട്. അതിന് സമയം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഒരു വിശ്വാസി വേണ്ടത് പരമാവധി തെറ്റ് ചെയ്യാതിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് ഇനി എന്തു തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാലും, എത്ര അളവിൽ സംഭവിച്ചാലും, ഒരാൾക്ക് നന്നാവണം എന്നങ്ങ് തീരുമാനിച്ചാൽ അയാളുടെ അവസാന നിമിഷത്തിൽ അയാൾക്ക് നന്നാകാൻ ചാൻസ് ഉണ്ട്. മനസ്സറിഞ്ഞ അയാൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അയാൾ ഒരിക്കലും ഹായിബാകൂല, നിരാശനാകൂല. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് പാപമോചനം ചോദിച്ചു വാങ്ങാൻ നമുക്ക് കഴിയണം. അതിനാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഈ 3 നാമങ്ങൾ പ്രത്യേകം ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് ഇമാം ഗസാലി തങ്ങൾ പറയുന്നു. ഇമാം റാസി തങ്ങൾ പറഞ്ഞു, അടിമ ലാലിമാണെങ്കിൽ, അടിമ സ്വന്തത്തോട് ദ്രോഹം ചെയ്ത ലാലിമാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, നിന്റെ റബ്ബ്, നിന്റെ ഉടമ ഗാഫിറാണ്. അടിമ അല്പം കൂടുതൽ തെറ്റ് ചെയ്ത് ലലൂമായിട്ടുണ്ടെങ്കിൽ, അവൻ ഒരു ലലൂമായിട്ടുണ്ടെങ്കിൽ, ഒരു മഹാപാപിയായി പോയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ ഉടമ ഗഫൂറാണ്. അവിടെ നിന്നും വിട്ട് അവൻ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ച് അവൻ ഒരു പരാക്രമിയായി ലല്ലാമായി മാറിയിട്ടുണ്ടെങ്കിൽ നിന്റെ റബ്ബ് ഒരു ഗഫാറുമാണ് കേട്ടോ. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ അവതരണമാണ്. ലാലിമായ അടിമക്ക് ഗാഫിറായ റബ്ബുണ്ട്, ലലൂമായ അടിമക്ക് ഗഫൂറായ റബ്ബുണ്ട്, ലല്ലാമായ പരാക്രമിയായ അടിമക്ക് ഗഫാറായ റബ്ബുണ്ട്. എന്തിനാണ് നിങ്ങൾ പ്രതീക്ഷ കൈവെടിയുന്നത്? നിങ്ങൾക്ക് പ്രതീക്ഷക്ക് വകുപ്പുണ്ട്. അല്ലാഹു തആല പറയുന്നു സൂറത്തുൽ ഹിജ്ർ 49-ാം വചനം, നബ്ബി ഇബാദി, നബിയെ അങ്ങ് വിളിച്ചു പറയണം, അങ്ങ് അനൗൺസ് ചെയ്യണം, ഉറക്ക വിളിച്ചു പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുത്തുനബി അള്ളാഹുവിന്റെ അനൗൺസറാണ്. അള്ളാഹു വിളിച്ചു പറയാൻ പറഞ്ഞ കാര്യങ്ങൾ ഉറക്ക പറയാണ്. നബിയെ തങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യണം. എന്താണ്? ഇബാദി, എന്റെ അടിമകളോട് തങ്ങൾ വിളിച്ചു പറയണം, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ അവരുടെ സകല തെറ്റുകുറ്റങ്ങളും പൊറുക്കുന്ന കരുണക്കടലാണ്. ആ കാര്യം നിങ്ങൾ എന്റെ അടിമകളോട് പറയണേ. പറയാതിരുന്നാൽ, അവരത് അറിയാതിരുന്നാൽ ഒരുപക്ഷെ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളതൊന്ന് വിളിച്ചു പറയണേ. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. ഈ മഗ്ഫിറത്ത് നമുക്ക് ചോദിച്ചു വാങ്ങാൻ കഴിയണ്ടേ സഹോദരങ്ങളെ? സൂറത്തുൽ കഹ്ഫില് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓതി, എല്ലാ വെള്ളിയാഴ്ചയും ഓതാറുണ്ട്. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ. നബിയെ തങ്ങളുടെ രക്ഷിതാവ് അൽ ഗഫൂർ, എല്ലാം പുറത്തു തരുന്ന അങ്ങയുടെ രക്ഷിതാവ് ദുർ റഹ്മ, അവൻ കരുണക്കടലാണ്. അവൻ കരുണക്കടലാണ്.
ലൗ യുആഖിദുഹും ബിമാ കസബു. ഈ ജനങ്ങൾ ഭൂമിയിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്കനുസരിച്ച് മനുഷ്യനെ എങ്ങാനും അള്ളാഹു പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ ലഅജ്ജല ലഹുമുൽ അദാബ്, അവർക്ക് വേണ്ട പണിഷ്മെന്റ് അള്ളാഹു എന്നോ നടപ്പിലാക്കി കഴിഞ്ഞേനെ. ലഅജ്ജല ലഹുമുൽ അദാബ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. കരുണക്കടലായ ഈ റബ്ബിനെ ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള വീഴ്ചയും വരാൻ പാടില്ല. ഒരടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുമ്പോൾ അവൻ ആ അടിമയോട് എത്ര കണ്ട് സന്തോഷത്തിലാണ് എന്നതിന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ഉദാഹരണത്തിലൂടെ അത് വരഞ്ഞു കാണിച്ചു തരുന്നുണ്ട്. നല്ല ഉദാഹരണം, ഏത് പൊട്ടനും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഒരു ഉദാഹരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. എന്താണ് ആ ഉദാഹരണം? അറേബ്യൻ സാഹചര്യത്തിൽ എത്രമാത്രമായിരിക്കും സ്വഹാബത്തിന്റെ മനസ്സിനെ ഇത് കീഴടക്കിയത്, അതും കൂടെ മനസ്സിലാക്കണം. അതും അന്നത്തെ അറേബ്യൻ സാഹചര്യത്തിൽ. ഇന്നും എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് അറബ് മരുഭൂമികൾ കാണാൻ പറ്റുന്നവരാണ്. അപ്പൊ നിങ്ങൾക്കിത് കൂടുതൽ ബോധ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനോട് അടിമ തൗബ ചെയ്യുമ്പോൾ എത്ര കണ്ട് സന്തോഷമാണ് അള്ളാഹ്ക്കുള്ളത് എന്നതിനൊരു ഉദാഹരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലല്ലാഹു അശദ്ദു ഫറഹൻ ബി തൗബത്തി അബ്ദിഹിൽ മുഅ്മിനി മിൻ റജുലിൻ ഫീ അർളിൻ ദവിയത്തിൻ മഹ്ലകത്തിൻ മഅഹു റാഹിലതുഹു അലൈഹാ തആമുഹു വശറാബുഹു. അറബി മൂലങ്ങൾ വായിക്കുമ്പോൾ സമയം ഒരുപാട് നഷ്ടപ്പെടും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹുൽ ഉദ്ധരിച്ചു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു, മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. എന്താ വിഷയം? ഒരു മോമിനായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുമ്പോഴുള്ള അവസ്ഥ, അവൻ ഒരു യാത്രക്കാരനോട് ഉദാഹരിക്കുകയാണ്, ഉപമിപ്പിക്കുകയാണ് നിബിതങ്ങൾ അവനെ. ഒരു യാത്രക്കാരൻ, ഈ ഉദാഹരണം മുഴുവൻ പറഞ്ഞ് തീരുമ്പോഴാണ് അതിന്റെ ഗുട്ടൻസ് മനസ്സിലാവുക. അയാൾ മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നു. മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്തുള്ള യാത്ര ദുർഘടമാണ്, അറിയാമല്ലോ. അലൈഹ ത്വആമുഹു വശറാബു, അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളമൊക്കെ ഒട്ടകത്തിന്റെ പുറത്ത് അയാൾ വെച്ച് കെട്ടിയിട്ടുണ്ട്, ഒട്ടകക്കൂട്ടിലുണ്ട്, ഒട്ടകക്കട്ടിലുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് ഒരിടത്തെത്തിയപ്പം അയാൾ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഒരു സ്ഥലത്ത് ഒട്ടകത്തെങ്ങനെ നിർത്തിയിട്ടു. അനുസരണയുള്ള ഒട്ടകാണ്, അതെങ്ങോട്ടും പോകില്ല. ജസ്റ്റ് അതിന്റെ കയറ് ഇയാളുടെ കാലിന്റെ ചുവട്ടിലോ മറ്റോ ഒന്ന് തടഞ്ഞു വെച്ച് അയാൾ ഒന്നിങ്ങനെ വിശ്രമിച്ചു. അല്ലെങ്കിൽ കയറൊന്നും തടഞ്ഞു വെച്ചില്ല, ഒട്ടകത്തെ അവിടെ വിട്ടേച്ചു, അതെങ്ങോട്ടും പോകാറില്ല. ഇയാൾ ആ ക്ഷീണത്തിൽ ഇങ്ങനെ കിടന്നപ്പം, ഒരു മരത്തിലേക്ക് ഇങ്ങനെ ചാരി കിടന്നപ്പം അയാൾ അങ്ങ് ഉറങ്ങിപ്പോയി. സ്വാഭാവികമാണ്. ഉറങ്ങി കുറച്ച് കഴിയുമ്പം അയാൾ ഉണരുന്നു. ഉണർന്നു നോക്കുമ്പോൾ ഇയാളുടെ ഒട്ടകത്തെ കാണാനില്ല. ഒട്ടകം ഈ പഴുതിയിൽ എങ്ങോട്ടോ പോയി. ഇയാള് ഈ ഒട്ടകത്തെ തേടി മരുഭൂമിയിലൂടെ അലഞ്ഞു. കലശലായ ദാഹം അയാൾ അനുഭവിക്കുന്നത് വരെ. എന്ന് പറഞ്ഞാൽ ഒട്ടകത്തെ തേടി മരുഭൂമി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. അതിലൊരു സാധനം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. എങ്ങോട്ടാ പോയതെന്നൊരു പിടുത്തവുമില്ല. 4 പാടും ഇയാൾ ഓടി നോക്കി. അവസാനം ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല, ഒരു പിടി ഭക്ഷണം കഴിക്കാനില്ല. ഉള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ അതിന്റെ പുറത്താണ്. മരുഭൂമിയിൽ ഇയാൾക്ക് ആരാ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുക? ആരും കൊടുക്കാനുമില്ല. എന്നാൽ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഒന്നുമില്ല. മുമ്പിൽ ഒരു ഐഡിയയും ഇല്ല. മരുഭൂമിയിൽ അകപ്പെട്ടാലുള്ള അവസ്ഥ ഇതാണ്. ഇന്ന് ഒട്ടുമിക്ക അറബ് മരുഭൂമികളുടെ ഇടയിലൂടെയും റോഡുകൾ, NHകൾ ഓടിക്കഴിഞ്ഞു അല്ലെ? നല്ല നാഷണൽ ഹൈവേകൾ ഓടിക്കഴിഞ്ഞു. എന്നാൽ അതല്ല അന്നത്തെ അവസ്ഥ. അന്ന് അങ്ങനെ മെയിൻ റോഡുകളില്ല, എല്ലാം ഊടുവഴികൾ മാത്രം. അപ്പൊ ആര് വരും, എപ്പോൾ വരും, ഒന്നുമില്ല. അങ്ങനെ മരുഭൂമിയിൽ ഒരാള് വാഹനം ഒറ്റപ്പെട്ടാൽ അവന്റെ മുമ്പിൽ ഒരൊറ്റ മാർഗേ ഉള്ളൂ, മരണത്തിന് കീഴടങ്ങുക. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു, ഇയാൾ അവസാനം എന്ത് ചെയ്തു?
കുറെ അലഞ്ഞു തിരിഞ്ഞ് ദാഹിച്ചു വലഞ്ഞ് തൊണ്ട വരണ്ട് മരിക്കും എന്നായപ്പോൾ അയാൾ തിരിച്ചു വന്നു. അതേ മരത്തിന്റെ ചുവട്ടിൽ തന്നെ ഇരുന്നു. അയാളുടെ കൈ മടക്കി തലയണയാക്കി വെച്ച് അതിലേക്ക് അവൻ കിടന്നു. എന്തിനാ കിടന്നത്? എന്റെ ഒട്ടകം തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലല്ല, എനിക്കാരെങ്കിലും ഇതുവഴി വരുമ്പോൾ ഭക്ഷണവും വെള്ളവും തരുമെന്ന പ്രതീക്ഷയിലല്ല. അതൊന്നും അയാളുടെ മുമ്പിൽ പ്രതീക്ഷയ്ക്കൊരു വകുപ്പും നൽകുന്നില്ല. ഇയാൾ എന്തിനാ കിടന്നത്? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലിയമൂത, ആ മരുഭൂമിയിൽ കിടന്ന്, പൊള്ളുന്ന മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ തലക്ക് കയ്യും വെച്ച് കിടന്നത്. അപ്പോൾ ആ ക്ഷീണത്തിലും അയാൾ വീണ്ടും ഒന്ന് ഉറങ്ങി. ഫസ്തൈഖള, കുറച്ചു കഴിഞ്ഞപ്പോ അയാൾ ഉണർന്നപ്പം അയാളുടെ ഒട്ടകം എങ്ങോ ഒക്കെ ഉലാത്തിയിട്ട് അത് തിരിച്ചു വന്ന് വഇൻദഹു റാഹിലതുഹു, അയാളുടെ ഒട്ടകം അയാളുടെ മുന്നിൽ ഇങ്ങനെ തലകുനിച്ച് മുട്ടുകുത്തി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഭക്ഷണവും വെള്ളവും ഒക്കെ അതിന്റെ പുറത്തു തന്നെ ഉണ്ട്, ഒന്നും പറ്റിയിട്ടില്ല. അത് തിരിച്ചു വന്നിരിക്കുന്നു. മരണം ഉറപ്പിച്ച് മരുഭൂമിയിൽ മരണത്തിന് കീഴടങ്ങി മരിക്കാൻ വേണ്ടി നീണ്ടു നിവർന്ന് കിടന്ന ഈ മനുഷ്യൻ കണ്ണു മിഴിച്ചു നോക്കുമ്പോൾ, ഇയാള് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇയാളുടെ മുമ്പിൽ കണ്ടത് തനിക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുറപ്പിച്ച ആ ഒട്ടകത്തെയാണ്. ചാടി എഴുന്നേറ്റു. ഇയാൾ അതിന്റെ മൂക്കയറിങ്ങ് പിടിച്ചു. ഇനി ഇത് നഷ്ടപ്പെടരുത് എന്ന് കരുതി ആ മൂക്കയറ് പിടിച്ചിട്ട് ആ ഒട്ടകത്തെ കിട്ടിയ സന്തോഷത്തില് അയാൾ അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖദ് അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷാധിക്യം കൊണ്ട് അയാൾ പിഴച്ചു പറഞ്ഞുപോയി, തെറ്റായി പറഞ്ഞുപോയി. അങ്ങനുണ്ട്, സന്തോഷം അല തല്ലുമ്പോ ചിലപ്പോ മനസ്സിലുള്ളതാവൂല, നാവിലൂടെ വരിക. അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക്, പടച്ചവനെ നീ എന്റെ അടിമയും ഞാൻ നിന്റെ ഉടമയുമാണ്. ശരിക്കും പറയേണ്ടത് അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക് എന്നാണ്. നീ എന്റെ ഉടമയാണ്, ഞാൻ നിന്റെ അടിമയാണ്. അതാണ് നന്ദി പറഞ്ഞുകൊണ്ട് പടച്ചവന് പറയേണ്ടത്. പക്ഷെ ആ നന്ദി പറച്ചില് ആകെ ഉൽട്ടയായി, തലതിരിഞ്ഞു. തലതിരിയാനുള്ള കാരണം എന്താണ്? ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഞാൻ ഓർത്തു പോവുകയാണ്, ഞങ്ങള് കാരന്തൂര് മർക്കസു സഖാഫത്ത് സുന്നിയയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന വർഷം ഞങ്ങൾക്ക് നൽകിയ സെൻഡ് ഓഫ് യാത്രയപ്പ്. ആ യാത്രയപ്പിൽ ഒരാൾ പ്രസംഗിച്ചു. ഞങ്ങളുടെ സംഘത്തെ ബാച്ചിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങളുടെയൊക്കെ ഉസ്താദുമാരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് അവർക്ക് വേണ്ടി മറുപടി പ്രസംഗം നടത്തുമ്പോൾ 10 കൊല്ലത്തെ നീണ്ട പഠനം കഴിഞ്ഞ് ഇറങ്ങിപ്പോരുന്ന എല്ലാവരും സന്തോഷത്തിന്റെ നിറവിലാണ്. അപ്പോൾ സന്തോഷം വല്ലാതെ അലതല്ലിയപ്പോൾ ഉസ്താദുമാരോട് നടത്തിയ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. ഉസ്താദുമാരുടെ വാക്കുകൾ കേട്ടപ്പോൾ സങ്കടം തോന്നി. ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഒരുപാട് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ശൈഖുന പറഞ്ഞത് കേട്ടപ്പോൾ അതിലേറെ സങ്കടം തോന്നി. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ളത് പ്രാർത്ഥന മാത്രമാണ്, തെളിഞ്ഞ പ്രാർത്ഥന മാത്രമാണ്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം ഒറ്റ വാക്കിൽ ദുആ ചെയ്യുകയാണ് ആവേശപൂർവ്വം. പക്ഷേ ആ ദുആ ചെയ്തപ്പോൾ സദസ്സ് മുഴുവനും പൊട്ടിച്ചിരിച്ചു. കാരണം എന്താ? അദ്ദേഹം ആത്മാർത്ഥമായി 2 കൈയും മേലോട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് അദ്ദേഹം ദുആ ചെയ്തു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തന്ന ഓരോ ഹർഫിന്റെയും എണ്ണം കണ്ട് നിങ്ങളുടെ ഹസനാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എല്ലാവരും അങ്ങ് ചിരിച്ചുപോയി. നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തന്ന, ഞങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു തന്ന എന്നത് തല തിരിഞ്ഞുപോയി. നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തന്ന എന്നായി. ഉസ്താദുമാര് ചിരിച്ചു. മർഹൂം ചെറുഷോല ഉസ്താദ്, ബഹുമാന്യരായ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, എന്തിനധികം ഷെയ്ഖുൽ അദബ് ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് അടക്കമുള്ള ആളുകൾ, അവരൊക്കെ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ചിരിക്കുന്നത് ഇപ്പോഴും കാണുകയാണ്. കാരണം വലിയൊരു അബദ്ധാണ് ഇയാൾ എഴുന്നള്ളിച്ചത്. ഞാൻ ഈ ഹദീസ് വായിക്കുമ്പോഴൊക്കെ അത് ഓർത്തുപോകും. സന്തോഷം പരിധി വിട്ടാൽ ചിലപ്പോൾ മനസ്സിലുള്ളതാവൂല, നാവിലൂടെ വരുന്നത്. ഇയാളുടെ മനസ്സിലുള്ളത് എന്താ? നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഓരോ ഹർഫിന്റെ എണ്ണം കണ്ടും നിങ്ങളുടെ ഹസനാത്ത് വർദ്ധിപ്പിക്കണം എന്നാണ് ഇയാൾ ദുആ ചെയ്യുന്നത്. പക്ഷെ അത് തല തിരിഞ്ഞുപോയി. ഏതുപോലെ തന്നെ അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക് പോലെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇത്രയും വലിയ സന്തോഷം ഈ മനുഷ്യനുണ്ടായി. ഇതേ മനുഷ്യനെ പോലെയാണ് 60 വയസ്സുവരെ നിസ്കരിക്കാത്ത മനുഷ്യൻ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോ അള്ളാഹു വിളിച്ചെടുത്ത് പള്ളി കാണൂല, മദ്രസയെ കാണൂല, ദീനീ പ്രവർത്തനത്തിന് കാണൂല,
ദീനീ സംരംഭങ്ങളിൽ ഒന്നും അയാളെ കാണൂല. കള്ളിൻ ഷാപ്പിൽ അയാൾ ഉണ്ടാകും, അതുപോലെ തന്നെ വ്യഭിചാരശാലയിൽ അയാൾ ഉണ്ടാവും, എല്ലാ ഗാനമേള നടക്കുന്നിടത്ത് അയാൾ ഉണ്ടാകും, എല്ലാ തോന്നിയാസങ്ങളുടെയും മേഖലകളിൽ അയാളുണ്ട്. നിറസാന്നിധ്യമായിരുന്നു. പക്ഷെ 60 വയസ്സായപ്പോ അല്ലെങ്കിൽ 70 വയസ്സായപ്പോ ഇയാൾക്കൊരു വീണ്ടും വിചാരം, ഒന്ന് നന്നാവണല്ലോ. അപ്പൊ നമ്മളെ വീക്ഷണത്തിൽ ഇപ്പൊ എന്താണ്, ഒരു 60-70 വയസ്സ് വരെ ഒന്നും നന്നാവാത്തവൻ ഇനി നന്നാവൂല എന്നല്ലേ. അപ്പോ ഒരു 60-70 വയസ്സ് വരെ ഈ മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയ ഒട്ടകത്തെ തിരിച്ചു കിട്ടൂല എന്ന് കരുതി മുതലാളി നിരാശനാകുമ്പോൾ അല്ല അള്ളാഹുവിന് അതൊക്കെ അറിയാം. എന്നാലും നമ്മളെ വീക്ഷണത്തിൽ സംസാരിക്കുകയാണ്. എന്ത് 60 വയസ്സ് വരെ 70 വയസ്സ് വരെ ഇങ്ങോട്ട് എന്ന് പറയുമ്പോ അങ്ങോട്ട് പോയി നല്ലത് ചെയ്ത് ഇവനെ രക്ഷിക്കാൻ ഒരു അവസരം ഇവൻ തരൂലല്ലോ എന്നാലോചിക്കുമ്പോൾ വീണ്ടും അള്ളാഹുവിന്റെ വാതിൽപ്പടിയിലേക്ക്, അള്ളാഹുവിന്റെ പടിക്കലേക്ക് യാചിച്ചു വരുന്ന, ഈ മഗ്ഫിറത്ത് തേടി തൗബ ചെയ്തു വരുന്ന ഈ അടിമയെ കാണുമ്പോൾ ഇനിയൊരിക്കലും എനിക്ക് തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച് മരിക്കാൻ കിടന്ന യാത്രക്കാരന് തന്റെ ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോഴുള്ളതിനേക്കാൾ വലിയ സന്തോഷമാണ് തന്റെ അടിമയെ വീണ്ടും തനിക്ക് തിരിച്ചു കിട്ടുമ്പോൾ പടച്ചോന് ഇവനോടുള്ളത്. അതാണ് ഈ ഹദീസിന്റെ താല്പര്യം. ഏതായാലും നമ്മൾ പരമാവധി തെറ്റുകുറ്റങ്ങളെ ഭയന്നു ജീവിക്കുകയും വന്നത് പൊറുപ്പിക്കാൻ ഒരുങ്ങുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശ്വാസി പാപത്തെ സമീപിക്കുന്ന രൂപം, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു, വിശ്വാസി അവന്റെ പാപങ്ങളെ കാണുക കഅന്നഹു ഫീ അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി, അവന്റെ മുകളിലേക്ക് പൊട്ടി വീഴാൻ കാത്തു നിൽക്കുന്ന ഒരു മലമൂട്ടിൽ ഇരിക്കുന്നവനെ പോലെയാണ്. ഒരു മലയുടെ ചുവട്ടിൽ ഇവൻ ഇരിക്കുന്നു. ആ മല എപ്പോഴും ഇയാളുടെ മേൽ പൊളിഞ്ഞു വീണേക്കാം. ഇതേ അവസ്ഥയാണ്. ഇത് ഇപ്പൊ നമ്മൾ ഇടുക്കി ഡാമൊക്കെ ഇടക്കിടക്ക് പൊട്ടും എന്നിങ്ങനെ ഭീഷണിപ്പെടുത്തും. ഇടക്ക് വെറുതെ കിംവദന്തികൾ വന്നുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ അതിന്റെ താഴ്ഭാഗത്ത് പാർക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണ്? കാരണം ആ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 2-3 ജില്ലകൾക്ക് അഡ്രസ് ഉണ്ടാവൂല എന്നാണ്. അപ്പൊ അതിന്റെ നേരെ താഴെ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ എന്നപോലെ ഒരു മല ഇങ്ങനെ ഇടിഞ്ഞു വീഴാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു മല, അതിന്റെ മൂട്ടിലിരിക്കുന്നവന്റെ അവസ്ഥ എന്താണ്? അവനെ പോലെയാണ് ഒരു പാപത്തെ സമീപിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് വല്ലാത്ത ബേജാറാണ്. അതേസമയം ഇന്നൽ ഫാജിറ യറാ ദുനൂബഹു, തമ്മാടിക്ക് പാപത്തോടുള്ള സമീപനം എന്തായിരിക്കും? തമ്മാടി പാപത്തെ കാണുക മിസ്ല ദുബാബിൻ അല അംഫിഹി ഫദബ്ബഹു അൻഹു, മൂക്കത്തിരിക്കുന്ന ഈച്ചയെ പോലെ മാത്രമേ കാണുള്ളൂ. മൂക്കത്തിരിക്കുന്ന ഈച്ച ഒരു പ്രതിസന്ധിയാണെന്ന് ആർക്കും തോന്നാറില്ല. അത് വന്നിരുന്നാൽ അങ്ങ് ആട്ടും, പിന്നെയും വന്നിരുന്നാൽ വീണ്ടും ആട്ടും. അതിനൊന്ന് വെറുതെ കൈ വീശിയാൽ മതി, അത് പറന്നു പോകും. മൂക്കത്തിരിക്കുന്ന ഈച്ച എന്ന വലിയ ഒരു പ്രോബ്ലം, ഒരു പ്രതിസന്ധി അവതരിപ്പിച്ച് എന്നെ ഈ ഈച്ചയിൽ നിന്നൊന്ന് രക്ഷിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ആരും നടക്കാറില്ല. അത് വളരെ സിമ്പിളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദാഹരണം നോക്ക്. മൂക്കത്തിരിക്കുന്ന ഈച്ചയെ പോലെ, ഈച്ചയെ വിരട്ടുന്നത് പോലെ പാപങ്ങളെ കാണുകയുള്ളൂ തമ്മാടി. അതേസമയം തന്റെ മേൽ പൊട്ടി വീഴാൻ കാത്തു നിൽക്കുന്ന ഒരു മഹാമല, ആ മലയുടെ മൂട്ടിലിരിക്കുന്ന, അതിന്റെ താഴ്ഭാഗത്തിരിക്കുന്ന ആളെപ്പോലെ ആയിരിക്കും വിശ്വാസിക്ക് പാപങ്ങളെ കാണാൻ കഴിയുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഈ പാപമോചനം കിട്ടാനുള്ള മാർഗം എന്താ? ഒന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഷർത്തോത്ത തൗബ ചെയ്യുക, ഖേദത്തോടെ, പരിപൂർണ ഖേദത്തോടെ, ഇനി ആ പാപത്തിലേക്ക് ഞാൻ മടങ്ങൂല എന്ന ഉറപ്പോടെ, ജനങ്ങളുമായി ഹക്കിടപാടുകളുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് എല്ലാം ഷർത്തോത്ത തൗബ ക്ലിയർ ചെയ്യുക. അതിന്റെ ശേഷം വേണ്ടത് തൗബ സ്വീകരിക്കാൻ വേണ്ട മറ്റൊന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് വൽ ഇസ്ലാഹു ഫീമാ ബഖിയ മിൻ ഉംരിക്, ഇനിയുള്ള ശിഷ്ടജീവിതം നന്നാക്കണം. അപ്പോഴേ നമ്മൾ ഈ തൗബ ചൊല്ലിയതിനൊക്കെ കാര്യം ഉണ്ടാവുള്ളൂ. ഇനിയുള്ള ശിഷ്ടജീവിതം നന്നാക്കണം. ബഹുമാനപ്പെട്ട ഹഫ്സ് ഇബ്നു മൈസറ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് അടുത്തേക്ക് വരുന്നു, അബൂ ഉമർ സൻആനി റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, എലിനി, എനിക്കെന്തെങ്കിലും ഒരു ഉപദേശം ചെയ്തു തരണം, എനിക്കെന്തെങ്കിലും ഒരു ഉപദേശം ചെയ്തു തരണം. അപ്പൊ അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തത് എന്താ? അസ്ലിഹ് മാ ബഖിയ മിൻ ഉംരിക്,
നിന്റെ പ്രായത്തിൽ നിന്ന് ശേഷിക്കുന്നത് നീ നന്നാക്കണം എന്ന് പറഞ്ഞാൽ ശിഷ്ടജീവിതം നീ നന്നാക്കണം. എങ്കിലേ അള്ളാഹു നിനക്ക് പുറത്തു തരും. മാ ഖദ് മളാമിൻ, കഴിഞ്ഞതൊക്കെ റബ്ബ് നിനക്ക് പുറത്തു തരും. വലാ തുഫ്സിദ് ഫീമാ ബഖി, വലാ തുഫ്സിദ് ഫീമാ ബഖിയ, ശിഷ്ടജീവിതത്തിൽ നീ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, ഇനി ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്. അങ്ങനെ ചെയ്താൽ ഫതുഖദ ഫീമാ ഖദ് മളാ, മുമ്പ് കഴിഞ്ഞതിനും കൂടെ റബ്ബ് നിന്നെ പിടിച്ചു ചോദ്യം ചെയ്യും. കണ്ടോ, ശിഷ്ടജീവിതത്തിൽ നന്നാകാൻ തയ്യാറാണെങ്കിൽ മുമ്പ് കഴിഞ്ഞതും കൂടെ റബ്ബ് പൊറുക്കും. അതേസമയം ശിഷ്ടജീവിതത്തിൽ വീണ്ടും തെറ്റിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ കഴിഞ്ഞുപോയതിന്റെ പേരിലും കൂടെ നിനക്ക് പണിഷ്മെന്റ് വരുമോ എന്ന് നീ കാത്തു നിന്നോളണം എന്ന് ഇദ്ദേഹം, നമ്മള് നേരത്തെ പറഞ്ഞ അബൂ ഉമർ ഉസ്സൻആനി എന്ന് പറയുന്ന മഹാൻ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രത്യേകം പാപങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഒരു മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടണം. എന്നിട്ട് കണ്ണീരോടെ റബ്ബിനോട് ദുആ ചെയ്യണം. എങ്കിൽ അല്ലാഹു തആല സ്വീകരിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇനി വേണ്ടത്, പാപം പൊറുക്കാൻ വേണ്ടത് ഒന്നും കൂടെ, ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പരമാവധി അള്ളാഹുവിന്റെ മുമ്പിൽ കൊച്ചാവണം. പരമാവധി അള്ളാഹുവിന്റെ മുമ്പിൽ കൊച്ചാകണം. മഹാന്മാർ അതേക്കുറിച്ച് എഴുതിയത് അൽ ഖുദൂഉ വതദല്ലുലു അമാമല്ലാഹി അഖ്സാ മാ യുംകിൻ, കഴിയാവുന്നത്ര, എത്രമാത്രം പോസിബിൾ ആണോ അത്രത്തോളം അള്ളാഹുവിന്റെ മുമ്പിൽ കൊച്ചാകണം. അപ്പോഴാണ് റബ്ബ് പാപം പുറത്തു തരിക. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു, സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരിക്കൽ കഅബാലയത്തിന്റെ അടുത്ത് ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ എന്റെ തൊട്ടടുത്ത് ഒരു ഗ്രാമീണനുണ്ട്, ഒരു അറാബി. അറാബി എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയൊരു വിവരമൊന്നും ഉണ്ടാവൂല, കൾച്ചറും കുറയും, അതൊക്കെയാണ് അറാബികളുടെ അവസ്ഥ പലപ്പോഴും. അപ്പൊ ഇദ്ദേഹം എന്റെ അടുത്ത് ഇരുന്ന് എന്റെ കൂടെ തന്നെ തവാഫ് ചെയ്യുന്നുണ്ട്, എന്റെ സൈഡിൽ നിന്ന് തവാഫ് ചെയ്യുന്നുണ്ട്. പക്ഷെ വഹുവ സാക്കിത്ത്, അയാൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ കരുതി, ഇയാൾ എന്ത് മനുഷ്യനാണ്, ഇയാളെ റബ്ബിനോടൊന്നും പറയാനില്ലേ? അള്ളാഹുവിന്റെ ഭവനം വന്ന് വലയം ചെയ്യുമ്പം, തവാഫ് ചെയ്യുമ്പം ഈ പ്രദക്ഷിണത്തിൽ പോലും ഇയാൾക്കൊരു സങ്കടം പറയാനില്ലേ? ഇയാൾ മേലോട്ട് നോക്കി ഇങ്ങനെ തവാഫ് ചെയ്യന്നെ എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ കരുതി. തവാഫൊക്കെ കഴിഞ്ഞപ്പം അയാൾ ഇബ്രാഹിം മക്കാമിന്റെ അടുത്ത് വന്നു. ഞാൻ അദ്ദേഹത്തെ തന്നെ നിരീക്ഷിക്കുകയാണ്, എന്താ ഇപ്പൊ ഇയാളുടെ ഹാല്. അപ്പൊ ഇബ്രാഹിം മക്കാമിന്റെ അടുത്ത് വന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അയാൾ നേരെ ഇബ്രാഹിം മക്കാമിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച് നേരെ കഅബയിലേക്ക്, കഅബയുടെ അടുത്ത് ചെന്ന്, തവാഫൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെ കഅബയോട് ഒട്ടിച്ചേർന്ന് നിന്നാൽ ഒരു പ്രശ്നവുമില്ലല്ലോ, കഅബയോട് ഒട്ടിച്ചേർന്ന് നിന്നു. പലരും തവാഫിന്റെ സമയത്ത് തന്നെ അങ്ങനെ ചെയ്യാറുണ്ട്, അത് അപകടമാണ് എന്ന് കൂട്ടത്തിൽ ഉണർത്തുകയാണ്. കഅബയിൽ തുടരുത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അത് അപകടമാണ്, തവാഫ് ബാത്തിലാവും. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, പിന്നീട് ഇയാള് കഅബയുടെ കില്ലയിൽ പിടിച്ച് തൂങ്ങി നിന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്ത ഒരു ദുആ, പടച്ചോനെ, ആ പ്രാർത്ഥന കേട്ടപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ അന്ന് സന്തോഷിച്ചതുപോലെ ഒരു ദിവസവും സന്തോഷിച്ചിട്ടില്ല. ഒന്നും മിണ്ടാത്തവൻ, തവാഫ് ചെയ്യുമ്പോ പോലും ദിക്റി അല്ലാത്തവൻ എന്നൊക്കെ ഞാൻ കരുതിയ ഇയാള് മനസ്സുകൊണ്ട് ദിക്റിൽ മുഴുകിയ ആളാണ്. എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം എന്താ, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കഅബയുടെ കില്ല പിടിച്ചിട്ട് അയാൾ ഒരു ദുആ, ആ ദുആ ഒന്ന് കേട്ടു നോക്കൂ. ഇലാഹി മൻ ഔലാ ബിസ്സലലി വത്തഖ്സീരി മിന്നീ, എന്റെ നാഥാ, എന്നെക്കാൾ അരുതായ്മകളും വീഴ്ചകളും സംഭവിച്ച മറ്റാരുണ്ടാവും? ഇലാഹി മൻ ഔലാ ബിസ്സലലി വത്തഖ്സീരി മിന്നീ, എന്നെക്കാൾ അരുതായ്മകളും പാപങ്ങളും വീഴ്ചകളും സംഭവിച്ച ആരുണ്ടാകും? വഖദ് ഖലഖ്തനീ ളഈഫാ, മനുഷ്യനായ എന്നെ നീ ദുർബലനായിട്ടല്ലേ പടച്ചുപോയത്. എന്നെ നീ ദുർബലനായി പടച്ചപ്പോ എനിക്ക് ദൗർബല്യങ്ങൾ ഉണ്ടാവും. ആ ദൗർബല്യങ്ങളിൽ ഞാൻ തെറ്റു ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. എന്നേക്കാൾ മഹാപാപി ആരാണ് ഈ ലോകത്തുള്ളത്? എനിക്കുറപ്പാ ഞാൻ തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാപാപി. എന്നിട്ട് പറഞ്ഞു, പക്ഷേ എന്നേക്കാൾ വലിയ മഹാപാപി ഉണ്ടോ എന്ന് ചോദിച്ച് ഞാൻ അത്ഭുതപ്പെടുമ്പം, ഞാൻ വേദനിക്കുമ്പം, ഇപ്പുറത്ത് എനിക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ട്. എന്നേക്കാൾ വലിയ പാപി ആരാന്ന് ചോദിക്കുമ്പം, വമൻ ഔലാ ബിൽ അഫ്വി അന്നീ മിൻക്, എനിക്ക് മാപ്പ് തരാൻ നിന്നേക്കാൾ പറ്റിയ ഒരാൾ വേറെ ആരുണ്ട്? ഞാൻ ഏറ്റവും വലിയ മഹാപാപിയാണ്, പക്ഷെ നീ ഏറ്റവും വലിയ പാപ മോചനക്കാരനല്ലേ? നീ പാപമോചനം നൽകുന്നവനല്ലേ? നിന്നേക്കാൾ പുറത്തു തരാൻ പറ്റിയവൻ ആരാ ഉള്ളത്? വഇൽമുക ഫിയ സാബിഖ്, എന്നെപ്പറ്റി നിനക്ക് നേരത്തെ അറിയാം. വഖളാഉക
ബി മുഹീത്ത്, നിന്റെ തീരുമാനം എന്നെ വലയം ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് നിന്റെ തീരുമാനത്തെ ലംഘിക്കാൻ എനിക്ക് കഴിയില്ല, നിന്റെ അറിവിനെ മറച്ചുവെക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി, ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മുമ്പിൽ കളവ് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടൂല. നിന്റെ നേരറിവുകൾ അതിന് സാക്ഷിയാണ്. നിനക്കെല്ലാം അറിയാം. നിന്റെ തീരുമാനത്തിൽ നിന്ന് എനിക്ക് മറികടക്കാൻ പറ്റില്ല. ഞാൻ ദൗർബല്യങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ നിന്നെ അനുസരിച്ചപ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നിനക്കാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വൽ മിന്നത്തുലക്, അതിന്റെ എല്ലാ ക്രെഡിറ്റും നിനക്കാണ്. അത് നീ തൗഫീഖ് ചെയ്തുകൊണ്ട് മാത്രം നടന്ന, അതിപ്പോ വലിയൊരു സംഭവമായിട്ട് പറയാനില്ല. പക്ഷേ ഞാൻ നിന്നോട് ധിക്കാരം പ്രവർത്തിച്ചപ്പം അത് നിന്നെ അറിയാതെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിന്റെ പൂർണ്ണമായ അറിവോടെയാണ് ഞാൻ നിന്നോട് ധിക്കാരം പ്രവർത്തിച്ചത്, തെറ്റു ചെയ്തത്. വൽ ഹുജ്ജത്തുലക്, അതുകൊണ്ട് ന്യായം നിനക്കനുകൂലമാണ്, എനിക്ക് പ്രതികൂലമാണ്. ന്യായം എനിക്ക് പ്രതികൂലമാണ്, തെളിവ് എനിക്ക് പ്രതികൂലമാണ്. ന്യായം നിനക്കനുകൂലമാണ്, എനിക്ക് പ്രതികൂലമാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ചോദിക്കുന്നു. കഴിഞ്ഞില്ല. വഫഖരിയിലേക്ക്, റബ്ബേ നിന്റെ ഒത്താശയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന യാഥാർത്ഥ്യവും മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. വഹിനാക്കാനി, എന്നാലോ നിനക്ക് എന്റെ നക്കാപിച്ച കിട്ടിയിട്ട് വേണ്ട എന്ന യാഥാർത്ഥ്യവും. എനിക്ക് നിന്റെ ഒത്താശ വേണം, എന്നാൽ നിനക്ക് എന്റെ നക്കാപ്പിച്ച വേണ്ട എന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഉടമയായ നിന്നോട് ഈ അടിമ യാചിക്കുന്നു. ഇല്ലാമാ ഗഫർതലി. ഈ കില്ല പിടിച്ച് ദുആ ചെയ്യുന്ന മനുഷ്യൻ പറയാം, എവിടുന്നാണ് വിടുന്നതിന് മുമ്പ് എന്റെ മുഴുവൻ പാപങ്ങളും പുറത്ത് തന്നേ ഞാൻ തിരിച്ചു പോകുള്ളൂ, പുറത്ത് തന്നേ ഞാൻ തിരിച്ചു പോകൂ നാഥാ എന്ന് പറഞ്ഞു. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നു, ആ മനുഷ്യനോടുള്ള എല്ലാ വിഷമവും എനിക്ക് തീർന്നു. ഫഫരിഹതു ഫറഹൻ മാ അലമു മതാ ഫരിഹതു മിസ്ലഹു ഹീന സമിഅതുഹു യതകല്ലമു ബിഹാഉലായിൽ കലിമാത്ത്. ഈ പരിശുദ്ധമായ വചനങ്ങൾ, ഈ ആരുറപ്പുള്ള വചനങ്ങൾ, അർത്ഥപൂർണമായ ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ ഇയാള് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ സന്തോഷിച്ച അത്ര എന്റെ ജീവിതത്തിൽ മറ്റൊരു ഘട്ടത്തിലും ഞാൻ സന്തോഷിച്ചിട്ടില്ല എന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ദുആ ചെയ്യണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് നിസ്കാരത്തിലാകുമ്പോഴും വീട്ടിലാകുമ്പോഴും നിസ്കാരത്തിന്റെ പുറത്താകുമ്പോഴും അകത്താകുമ്പോഴും ഒക്കെ നടത്താൻ പറ്റിയ ഒരു പ്രാർത്ഥന പറഞ്ഞു തരണം. اللهم إني ظلمت نفسي ظلما كبيرا كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم എന്ന ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത്തഹിയാത്തിലൊക്കെ നമ്മൾ അവസാന ഭാഗത്ത് മസീഹ് ദജ്ജാൽ കഴിഞ്ഞാൽ പിന്നെയും നീട്ടി ഓതുമ്പോൾ, മറ്റൊക്കെ നിസ്കരിക്കുമ്പോൾ നീട്ടി ഓതുമ്പോൾ ഓതുന്ന സൂറത്തും കൂടെ ദിക്റും കൂടെയാണ്, പ്രാർത്ഥനയും കൂടെയാണ് ഇത്. മുസ്നദ് അബൂ യഅലയിൽ ഈ ഹദീസ് കാണാം. നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബു തൗബയിൽ ഉദ്ധരിച്ചതാണ്. നേരത്തെ പറഞ്ഞ ആ മതാഫിൽ വെച്ച് കണ്ട ആ അത്ഭുതകരമായ ഇസ്തിഗ്ഫാർ നടത്തുന്ന വ്യക്തി ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും അവന്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുറാഹിമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. അർഹമുറാഹിമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്.